ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു മലയാളീസ് ടോക്സ്. ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആയിട്ടാണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെക്കൻഡ് സെമസ്റ്റർ BA BSCക്കാർക്ക് പഠിക്കാനുള്ള അംബ എന്ന സാഹിത്യ നിരൂപണത്തിലെ അംബ എന്ന കഥാപാത്രത്തെക്കുറിച്ചുള്ള നിരൂപണമാണ് ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ കുറേ പേര് എന്നോട് കമൻറ്റ് വഴിയും ഒക്കെ അറിയിച്ചിട്ടുള്ള കാര്യമാണ് അംബയുടെ കഥാപാത്ര നിരൂപണം പറഞ്ഞു തരുമോ എന്നുള്ളത്. അവർക്കും കൂടി വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് നോക്കി വെച്ചോളൂ, നിങ്ങൾക്ക് എക്സാമിന് ചിലപ്പോൾ ചോദിക്കാൻ സാധ്യത ഉണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാം. അതുപോലെ എൻ്റെ ഒരു ചെറിയൊരു യൂട്യൂബ് ചാനലിൻ്റെ ലിങ്ക് കൂടി ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്. അത് വേറെ ആരുമില്ല, കുട്ടികളുടെ യൂട്യൂബ് ചാനലാണ്. അപ്പോൾ എല്ലാവരും അതൊന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കൂ കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. കുട്ടിക്കൃഷ്ണമാരാരുടെ അംബ എന്ന സാഹിത്യ നിരൂപണത്തിലെ പ്രധാന കഥാപാത്രമാണ് അംബ. അംബ കാശി രാജാവിൻ്റെ സുന്ദരികളായ 3 പുത്രിമാരിൽ മൂത്തവളാണ്. കാശി രാജാവ് തൻ്റെ സുന്ദരികളായ 3 പുത്രിമാരെയും വീര്യശൂൽക്കകളായി പ്രഖ്യാപിച്ച് സ്വയംവര മണ്ഡപത്തിൽ ഇരുത്തിയിരിക്കുകയാണ്. ഈ വീര്യശൂൽക്കം അതുപോലെ രാജശൂൽക്കം എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. വീര്യശൂൽക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിവാഹം കഴിക്കാൻ പോകുന്ന വരൻ വീരനാണെന്ന് തെളിയിച്ചിട്ട് വേണം വിവാഹം കഴിക്കാനായിട്ട്. അപ്പോൾ അതാണ് വീരശുൽക്കം. അതുപോലെ രാജശുൽക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിവാഹം കഴിച്ച് അവരിലുണ്ടാകുന്ന കുട്ടിക്ക് രാജ്യാവകാശം നൽകണം എന്നതാണ് രാജ്യശുൽക്കത്തിൽ പറയുന്നത്. അപ്പോൾ കാശി രാജാവ് പറഞ്ഞിരിക്കുന്നത് വീരശുൽക്കാണ്, വീരശുൽക്കകളായിട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അങ്ങനെ ആ സമയത്താണ് ഭീഷ്മർ ഏകരഥനായി വന്ന് തൻ്റെ അനുജനായ വിചിത്രവീര്യനു വേണ്ടി 3 പിടിച്ച് തേരിലേറ്റി കൊണ്ടുപോയി. അംബയാണെങ്കിൽ സാല്വരാജാവുമായി പ്രണയത്തിലായിരുന്നു. ധർമ്മത്തിൻ്റെ പേരിൽ അവൾ ആ ആഗ്രഹം ഭീഷ്മരെ അറിയിച്ചു. ഭീഷ്മർ അതിനെ ആദരിച്ചു കൊണ്ട് തന്നെ കുറേ വൃദ്ധ ബ്രാഹ്മണരെയും ഒരു ധാത്രിയെയും കൂട്ടി അംബയെ സാല്വരാജാവിൻ്റെ അടുത്തേക്ക് അയച്ചു. എന്നാൽ വീരമാനിയായ സാല്വരാജാവ് അവൾ അന്യൻ്റേതായി പോയി എന്ന ന്യായം പറഞ്ഞ് അംബയെ കൈക്കൊണ്ടില്ല. പ്രണയാതുരയായ അംബ വാസ്തവമെല്ലാം പറഞ്ഞു കേൾപ്പിച്ചെങ്കിലും എനിക്ക് ഭീഷ്മരെ പേടിയാണ്, നീ അദ്ദേഹത്തിൻ്റെ സ്വന്തവുമായി എന്ന് തുറന്നു പറഞ്ഞ് സാല്വരാജാവ് അംബയെ കൈയൊഴിഞ്ഞു. അങ്ങനെ ഭൂമിയിൽ മറ്റൊരു സ്ത്രീക്കും നേരിട്ടിട്ടില്ലാത്ത വിഷമാവസ്ഥയിലായി അംബ. ആർക്കാണ് ഇതിൽ കുറ്റമെന്ന് നിർണയിക്കാൻ പോലും അംബയ്ക്ക് സാധിച്ചില്ല. തൻ്റെ ഈ അവസ്ഥയ്ക്ക് കാരണം ഭീഷ്മരാണോ സാൽവനാണോ എന്ന് വേർതിരിച്ചറിയാൻ സാധിക്കാത്ത അംബ അങ്ങനെ തൻ്റെ കർമ്മഫലമാണ് ഈ അവസ്ഥയ്ക്ക് കാരണമെന്ന് കരുതി. അതിനോടൊപ്പം തന്നെ ഈ അനുഭവത്തിന് വഴി തുറന്നത് ഭീഷ്മരായതുകൊണ്ട് അദ്ദേഹത്തിനോട് പകരം വീട്ടണം എന്ന് അംബ ചിന്തിക്കുകയും ചെയ്തു. അതിനുവേണ്ടി അംബ തപസ് ചെയ്ത് ശക്തി നേടാൻ ഒരു ആശ്രമത്തിലേക്കെത്തി. പക്ഷേ ആശ്രമനിവാസികൾ അതിസുന്ദരിയായ അംബ അവിടെ തങ്ങുന്നതിൽ താൽപ്പര്യം പ്രകടിപ്പിച്ചില്ല. ഈ സമയം അംബയുടെ മാതാമഹനും പരശുരാമൻ്റെ സുഹൃത്തുമായ ഹോത്രവാഹകൻ എന്ന രാജർഷി അവിടേക്ക് വന്നു. അംബയെ കണ്ടു. ഒപ്പം പരശുരാമൻ്റെ ശിഷ്യനായ അകൃതവ്രണൻ അംബയുടെ മനസ്സിലെ ഭീഷ്മരോടുള്ള പക വർദ്ധിപ്പിക്കുകയും ചെയ്തു. തൻ്റെ ഗുരുവായ പരശുരാമൻ ഭീഷ്മരെ തോൽപ്പിക്കുവാൻ വേണ്ടി നിന്നെ സഹായിക്കും എന്ന് വാക്കുകൊടുത്തു. ഭീഷ്മരെ പേടിച്ചാണ് സാൽവൻ തന്നെ സ്വീകരിക്കാത്തത്. അതിനാൽ ഭീഷ്മരുടെ കഥ കഴിഞ്ഞാൽ സാൽവൻ തന്നെ സ്വീകരിക്കുമെന്ന പ്രതീക്ഷയിലാണ് അംബ. പിറ്റേന്ന് പരശുരാമൻ ആശ്രമത്തിലേക്കെത്തി. ഹോത്രവാഹകൻ തൻ്റെ പേരക്കുട്ടിയായ അംബയെ പരിചയപ്പെടുത്തി. അംബ പരശുരാമൻ്റെ കാലിൽ വീണ് അപേക്ഷിച്ചു. തുടർന്ന് ഭീഷ്മരെ തോൽപ്പിക്കാൻ പരശുരാമൻ സഹായിക്കാമെന്ന് വാക്കുകൊടുക്കുകയും ചെയ്തു. തുടർന്ന് 24 ദിവസം നീണ്ടുനിന്ന യുദ്ധത്തിൻ്റെ അവസാനം ഭീഷ്മർ ജയിച്ചു. പരശുരാമൻ അങ്ങനെ അംബയുടെ മുന്നിൽ കൈമലർത്തുകയും ചെയ്തു. ഒടുവിൽ അംബ സ്വയം തപശക്തി നേടി ഭീഷ്മരോട് പകരം വീട്ടാൻ തീരുമാനിച്ചു. അങ്ങനെ കഠിനമായ തപസ് ചെയ്ത് ശിവനെ പ്രീതിപ്പെടുത്തി. ശക്തി നേടി അടുത്ത ജന്മം നിനക്ക് ഭീഷ്മരെ വധിക്കാം എന്ന് പരമേശ്വരൻ വരവും കൊടുത്തു. അംബ യമുനാ തീരത്ത് ചിതകൂട്ടി ഭീഷ്മവധായ സ്വാഹ എന്നുച്ചരിച്ച് ദേഹത്യാഗം ചെയ്തു. അവളാണ് പിന്നെ ദ്രുപദ സന്തതിയായ ശിഖണ്ഡിയായി ജനിച്ച് മഹാഭാരത യുദ്ധത്തിൽ ഭീഷ്മരെ വധിച്ചത്. ഇവിടെ അംബയെ മുഴുവൻ കുറ്റം പറയാൻ സാധിക്കില്ല. കാരണം
അവൾക്ക് ഭീഷ്മരോട് ചെറിയ വിദ്വേഷമായിരുന്നു ഉണ്ടായിരുന്നത്. അതിനെ ആളിക്കത്തിച്ച് ഒരു പ്രതികാരാഗ്നിയാക്കി മാറ്റിയത് അകൃതവ്രണനും പരശുരാമനും ചേർന്നാണ്. അംബയുടെ മാതാമഹനായ ഹോത്രവാഹകനും അംബയെ അവളുടെ ദേഷ്യത്തിൽ നിന്നും പിന്തിരിപ്പിച്ചില്ല. അവളുടെ ഈ ദുരവസ്ഥയ്ക്ക് ഇവരെല്ലാം ഒരു കാരണക്കാരാണ്. അംബയുടെ ദുരവസ്ഥയിൽ അവൾ സർവരെയും ലോകവിധാതാവിനെയും വെറുത്തു. ആ വെറുപ്പാണ് അവളെ പ്രതികാരാർഹയാക്കി മാറ്റിയത്. സ്ത്രീയുടെ ഒരിക്കലും മാറാത്ത ഉറച്ച നിലപാടിനെയും ധൈര്യത്തെയും അംബ എന്ന കഥാപാത്രത്തിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.